പവിത്രത്തിലാണെങ്കിൽ വിക്രത്തെ കാണാൻ മകളുമായി വേദ എത്തുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിക്രമാണെങ്കിൽ വേദയുടെ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്. അതായത് വേദ തന്നെ കാണാനായിട്ട് ഒരു തവണ പോലും വന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. വേദ ജീവനോടെയുണ്ടോ? എവിടെയാണ് അവൾ എവിടെയാണെന്ന് അച്ഛന് അറിയാമോ എന്ന് ചോദിക്കുന്നു വിക്രം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദയുടെ അച്ഛനാണെങ്കിൽ വിക്രത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നില്ല. അപ്പോഴാണെങ്കിൽ നമ്മുടെ വേദയുടെ കാര്യം വീണ്ടും ആവർത്തിക്കുന്നതോടുകൂടി വിക്രം പറയുന്നുണ്ട്, ചിലപ്പോൾ അവൾ വരാത്തത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ അത് ഭയന്നിട്ടായിരിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയും. എന്തായാലും ഞാൻ ജയിൽ മോചിതനാകാറായി എന്ന് അച്ഛന് അവളെ അറിയിക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം നമ്മുടെ അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. മോനെ, നീ പേടിക്കേണ്ട, അധികം വൈകാതെ തന്നെ നിനക്ക് പുറത്തിറങ്ങാനായിട്ട് കഴിയും. അതായത് അടുത്ത് തന്നെ നീ പുറത്തിറങ്ങുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ പോലീസുകാരുടെ കൂടെ ജീപ്പിൽ ജയിലിലേക്ക് പോവുകയാണ് എന്ന് കാണാം. തുടർന്ന് ശ്രീകാന്താണെങ്കിൽ, അതായത് ശ്രീകുമാറാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് വേദ എവിടെയാണെന്ന് അറിയാമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ വേദ എവിടെയാണെന്നും വേദ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയുകയൊന്നുമില്ല. എന്തായാലും നിൻ്റെ സ്വത്തിൻ്റെ കാര്യം, നിനക്ക് ആ സ്വത്ത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കിപ്പോൾ പറയാനായിട്ട് കഴിയും എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നിൻ്റെ ആ സ്വത്ത് എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടതാണ്. ആ സ്വത്ത് നിൻ്റെ കയ്യിൽ നിന്നും തീർച്ചയായിട്ടും അവൾ തിരിച്ച് പിടിച്ചുകൊള്ളും എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ അച്ഛനത് മാറ്റി വെച്ചേക്ക്. അവളെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ, എടാ, നിനക്കവളെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നീ വിചാരിക്കുന്ന ഒരു റേഞ്ചിലല്ല അവൾ എന്ന് പറയുന്നു. പിന്നെ നീ എന്നെ അച്ഛാന്നൊന്നും വിളിക്കേണ്ട ആവശ്യമോ കാര്യമോ സാഹചര്യമോ ഒന്നും തന്നെ ഇല്ല എന്നും പറഞ്ഞു വയ്ക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. അതായത് വേറൊന്നുമല്ല, ഞാൻ നിന്നെ മകനായിട്ട് കാണുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നെ മകൻ എന്ന സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞതാണ്. നീ എന്നെ അച്ഛനായി കാണണമെന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല, ആഗ്രഹവുമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയം എങ്കിൽ ശരി എന്ന് പറയുന്നു. നീ ഒന്നുകൂടി കേട്ടോ, നിനക്ക് ആ സ്വത്ത് കിട്ടാനായിട്ട് പോകുന്നൊന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വിക്രവും വേദയും അവരുടെ കുഞ്ഞുമൊത്ത് ഒന്നിച്ച് സന്തോഷമായി ജീവിക്കണമെന്നാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇത് ഞാൻ പറയുന്ന വാക്കാണെന്ന് പറയുമ്പോൾ കാണാം. എന്തായാലും അവരെ ഞാൻ നശിപ്പിച്ചേ അടങ്ങുകയുള്ളൂ എന്ന് ശ്രീകാന്ത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. നീ എത്ര ഉറക്കെ അലറിയാലും ഒരു കാര്യമില്ല. നിൻ്റെ കയ്യിലിരിക്കുന്ന, നിനക്ക് ആഗ്രഹം ഉള്ള ആ സ്വത്തുക്കളൊക്കെ എൻ്റെ മകൾ നിയമപ്രകാരം നേടിയെടുത്തുകൊള്ളും. നീ ഒരുങ്ങി നിന്നോ എന്ന് പറയുന്നു. കൂടാതെ തന്നെ എൻ്റെ കൊച്ചുമകൾക്ക്
എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കഥയുണ്ട്. ആ കഥ ഉണ്ടാകണം. അത് ഇതായിരിക്കണം. അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിട്ട് അവരുടെ ഇടയിലേക്ക് കയറിച്ചെന്ന് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു അമ്മാവൻ്റെ കഥ. ആ അമ്മാവനൊടുവിൽ ജയിലിലാണ് എന്നുള്ള കഥയും എനിക്ക് അവരോട് പറയണമെന്ന് പറയുന്നു. അതിനുശേഷവും ആ കുഞ്ഞ് നിന്നെ കാണണമെന്ന് പറഞ്ഞാൽ വിക്രം എന്ന നല്ല മനുഷ്യനെ, നല്ല വ്യക്തിയെ നിങ്ങളെല്ലാവരും കൂടി ജയിലിലടച്ചില്ലേ, ആ ജയിലിലേക്ക് നിന്നെ കാണാനായിട്ട് ഞങ്ങൾ വരുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രീകുമാറിൻ്റെ അച്ഛൻ, വേദയുടെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. ശ്രീകുമാർ ആകെ പേടിച്ച് വിരളുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ശ്രീകുമാറിൻ്റെ മുട്ടൊക്കെ പതിയെ വിറച്ചു തുടങ്ങിയെന്നും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ശ്രീകുമാർ നമ്മുടെ വേദയെയും വിക്രത്തെയും കൂടാതെ തന്നെ അച്ഛനെയും എല്ലാവരെയും ഭയക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം തന്നെ വേദയാണെങ്കിൽ അവിടെ വളരെയധികം വലിയ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയുമാണ് കടന്നു പോകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഒടുവിൽ നമ്മുടെ വേദ തൻ്റെ കുഞ്ഞിനെയും കൂട്ടി വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വിക്രത്തെ കാണണം, വിക്രത്തോട് സംസാരിക്കണം, തൻ്റെ കൂടെയുള്ളത് ആരാണെന്ന് വിക്രത്തെ അറിയിക്കണം എന്നുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വേദയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ വേദ തൻ്റെ കുഞ്ഞുമായിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. പ്രേക്ഷകരെ, വേദ വന്നു കഴിയുമ്പോൾ ശ്രീകുമാർ അറിയുന്നുണ്ടെന്ന് കാണാം. ശ്രീകുമാർ അറിയുമ്പോൾ വേദയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാനായിട്ടൊരു പദ്ധതി നനയുകയാണ്. ഇതേ സമയം അവർക്ക് രക്ഷാകവചമായി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ സംരക്ഷിച്ച് അവരുടെ വഴി തടസ്സങ്ങളെല്ലാം നീക്കുകയാണ് എന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിക്രവും വേദയും കുഞ്ഞും പരസ്പരം കണ്ടുമുട്ടുകയാണ് എന്നും കാണാനായിട്ട് സാധിക്കും. ഏതാണ്ട് ഒരു ചന്ദ്രകാന്തം ടൈപ്പിലേക്ക് സീരിയൽ മാറുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ചന്ദ്രകാന്തത്തിലും ഏതാണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.